നമസ്കാരം. വീട്ടിലേക്ക് ഡോർ ഏതാ വേണ്ടതെന്ന് തീരുമാനിച്ചോ? നമ്മുടെ ഫ്രണ്ട് ഡോറിൽ വന്നിരിക്കുന്ന കിഡിലിൻ അപ്ഡേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കാണുന്ന ഡോറാണ് കാസ്റ്റ് അലുമിനിയം ഡോറുകൾ. നമ്മുടെ നാട്ടിൽ സ്റ്റീൽ ഡോറിൽ അപ്ഡേഷൻസ് വന്ന് GI ആയി GL ആയി ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി ആണ് കാസ്റ്റ് അലുമിനിയം എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡോറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഇതിന്റെ മോഡൽസ്, സൈസ്, പ്രൈസ്, അതിന്റെ സർവീസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു. നമ്മൾ ഇന്ന് നിൽക്കുന്നത് എറണാകുളത്തുള്ള ഐ ലീഫിന്റെ സ്റ്റുഡിയോയിലാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റീൽ ഡോറിൽ തന്നെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആയിട്ടുള്ള, കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഹെവിയർ ആയിട്ടുള്ള ഡോറുകളാണ് ഗാൽവലൂം ഡോറുകൾ. ഈ കാണുന്ന ഡോറുകളൊക്കെ ഗാൽവലൂമിൽ വന്നിരിക്കുന്ന ഡിസൈൻസ് ആണ്. ഇതിന്റെ കളർ തന്നെ നോക്കൂ. നേരത്തെ നമ്മളൊരു വുഡൻ ഷെയ്ഡിലൊക്കെ ചെയ്തത് മാറി ഒരു ഡാർക്ക് ഗ്രേ തീമിലേക്ക് വന്നുകൊണ്ട് പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ഗാൽവലൂം ഡോറുകൾക്ക് സാധിച്ചു. അതിനുശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡോറുകളാണ് അലുമിനിയം ഡോറുകൾ, അതും കാസ്റ്റ് അലുമിനിയം ഡോറുകൾ. ഞാനൊന്ന് കാണിച്ചു തരാം. എന്താണ് ഈ കാസ്റ്റ് അലൂമിനിയം ഡോറുകൾ? ഈ കാണുന്നതാണ് കാസ്റ്റ് അലൂമിനിയം ഡോറുകൾ. ഈ കാണുന്ന ഡോറിന്റെ പാളിയുടെ ഈ വർക്കുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് കാസ്റ്റ് അലൂമിനിയത്തിലാണ്. നോർമൽ അലൂമിനിയത്തിനെ നന്നായിട്ട് ചൂടാക്കി മെൽറ്റ് ആക്കിയിട്ട് ഇതുപോലൊരു മോൾഡിലേക്ക് ഒഴിച്ച് ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് കാസ്റ്റ് അലൂമിനിയം എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന ഈ മുഴുവൻ ടെക്സ്ചറുകളും അലൂമിനിയത്തിൽ തന്നെ മേക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ഹാൻഡിലാണെങ്കിൽ തന്നെ കുറച്ചുകൂടെ മോഡേൺ ആണ്. ഇതിൻ്റെ ഒരു സൈസ് ആണെങ്കിൽ തന്നെ നോക്കിയേ, വളരെ ഹെവിയർ ആയിട്ടുള്ളൊരു സൈസാണ് കൊടുത്തിരിക്കുന്നത്. 8 ഫീറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, 2350 mm ആണ് ശരിക്കും ഹൈറ്റ്. MM പറയുകയാണെങ്കിൽ, സെന്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ 2.35 പറയാം. ഫീറ്റിൽ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 8 ഫീറ്റ് എന്ന് പറയുന്ന ഹൈറ്റിലും 5 ഫീറ്റ് എന്ന് പറയുന്ന വിഡ്ത്തിലുമാണ് ഇത് വരുന്നത്. അത്യാവശ്യം വലിയ ഡോറായിട്ടാണ് ഈ അലുമിനിയം ഡോറുകൾ വന്നിരിക്കുന്നത്. സോ ഇന്ന് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഡോറാണ് ഈ കാണുന്ന കാസ്റ്റ് അലുമിനിയം ഡോർസ്. സോ ഇയാളാണ് അപർണ. ഇന്ന് സ്റ്റീൽ ഡോറുകളെ കുറിച്ച്, അതും അലൂമിനിയം ഡോർസിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരുന്നത് അപർണയായിരിക്കും. ഈ പുതിയ സാധനം ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഇത് നമ്മളുടെ ഒരു പ്രീമിയം ഡോർ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇത് നമ്മുടെ കാസ്റ്റ് അലൂമിനിയം വില്ല ഡോർ എന്നാണ് പറയുന്നത്. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് കാസ്റ്റ് അലൂമിനിയം ആണ്. ശരി. ദെൻ ഇതിന്റെ സൈസ് വരുന്നത് 235 ഹൈറ്റും 150 വിഡ്ത്തും വരുന്നതാണ്. ഈക്വൽ ഓപ്പണിംഗ് ആയിട്ട് രണ്ട് സൈഡിലേക്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന ഒരു ഡോറാണ്. പോരാതെ അതിന് ഇത്ര വലിയൊരു ഹാൻഡിൽസും വരുന്നുണ്ട്. പുൾ ഔട്ട് ഹാൻഡിൽസ് ആണ് വരുന്നത്. ഇതൊക്കെ അലുമിനിയത്തിലാണ്. യെസ്, അലുമിനിയത്തിലാണ്. റൈറ്റ്. ലോക്ക് സിസ്റ്റം വരുന്നത് ഇങ്ങനെയാണ്, ഡിജിറ്റൽ ലോക്സ് ആണ്. സ്മാർട്ട് ലോക്ക് സിസ്റ്റം ആണ്. നമ്മുടെ വില്ല ഡോറുകൾക്ക് എല്ലാം വരുന്നത് സ്മാർട്ട് ലോക്ക് സിസ്റ്റം ആണ്. ഇത് കൂടാതെ നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് കീയും യൂസ് ചെയ്യാം. പ്ലസ് നമുക്ക് ഇതിന്റെ ഒരു ചാർജ് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു പോർട്ടും കൂടെ അതിലുണ്ട്. യെസ്. സോ ഇതാണ് ബേസിക്കലി ഡോറിനെ കുറിച്ച് പറഞ്ഞാൽ. ബട്ട് ഡോറുകളെ കുറിച്ച് കൂടുതൽ അറിയേണ്ട ആളുകൾക്ക്, അതിനകത്ത് ഇതിന്റെ സെക്ഷൻ എന്താണ്, ഇതിന്റെ മെറ്റീരിയൽ എങ്ങനെയാണ് എന്നറിയേണ്ട ആളുകൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം അല്ലേ? ഇപ്പൊ നമുക്ക് അലുമിനിയത്തിൽ എത്ര മോഡൽസ് അവൈലബിൾ ആണ്? ഇത് നമുക്കിപ്പോ യെസ്, ഇതൊരു അലുമിനിയം ഡോറാണ്. ഇത് ആക്ച്വലി നമുക്ക് കസ്റ്റമേഴ്സിനെ കാണിക്കാൻ വേണ്ടി നമ്മളൊരു ഹാൻഡിൽ, നമ്മൾ ഇതിന്റെ സ്മാർട്ട് ലോക്ക് ഫിറ്റ് ചെയ്തിട്ടില്ല. അതിനാണ് ഇവിടെ ഒരു ഹോൾഡ് ഇരിക്കുന്നത്. യെസ്, അതായത് കസ്റ്റമേഴ്സിന് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. 10 to 12 mm ഷീറ്റ് ആണ്, കാസ്റ്റ് അലൂമിനിയം ഷീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ തിക്നെസ് ഇത് കാണാൻ പറ്റും. നിങ്ങൾ ഇവിടെ കണ്ടോ, ഈ ഒരു തിക്നെസ് കണ്ടോ? ഇതാണ് ഇതിന്റെ മെറ്റീരിയലിന്റെ തിക്നെസ്. ഔട്ടറിൽ വരുന്ന ലീഫിന്റെ മെറ്റീരിയൽ ആണ് അല്ലെ? ശരിക്കും ഈ ഡോറിന് എത്ര തിക്നെസ് ഉണ്ട്? ടോട്ടൽ ഇത് 100 mm ആണ്. 10 സെന്റിമീറ്റർ ആണ് ടോട്ടൽ തിക്നെസ് വരുന്നത്. അതിനകത്ത് 10 mm ഈ കാസ്റ്റ് അലൂമിനിയം വരും. അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഇത് 4 സ്റ്റേജസ് ആയിട്ടാണുള്ളത്. 4 ലെയേഴ്സ് ആയിട്ടാണുള്ളത്. ലൈക്ക് രണ്ടാമത്തെ വരുന്നത് ഒരു GL ഷീറ്റ് ആണ്, 1 mm GL ഷീറ്റ് ആണ്. ദെൻ റീഇൻഫോഴ്സ്ഡ് ബ്ലോക്സ് വരുന്നുണ്ട്. അതായത് ഫയർ പ്രൂഫ് ആയിട്ടുള്ള, ഡോറിന് തീ പിടിക്കാതിരിക്കാനുള്ള ഫയർ പ്രൂഫ് ബ്ലോക്സ്. ഫോർത്ത് ലെയറിൽ വരുന്നത് വീണ്ടും 1 mm GL ഷീറ്റ്. ദെൻ നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് കാർബണേറ്റഡ് വുഡ് വെച്ചിട്ടാണ്. അത് നമ്മൾ ബാക്കിൽ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, നമുക്ക് ബാക്ക് സൈഡ് ഒക്കെ ഒന്ന് ശരിക്കും കാണാട്ടോ. അതിനു മുമ്പ് ഈ ഡിസൈൻ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. നല്ല ഭംഗിയില്ലേ? ആ ഒരു മോഡേൺ കണ്ടംപററി സ്റ്റൈലുള്ള ഡോറാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഈ ഒരു മോഡൽ നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ. ഇതിന്റെ സൈസും സെയിം 235 ഇത് 235 150 തന്നെയാണ്. ഇത് നമ്മൾ SM കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ്. അതായത് ഒരു സൺ ആൻഡ് മദർ ഡോർ ആണ്. ഒരെണ്ണം 75%, then comes 25%. ഒരു ഭാഗം വലിയ ഡോർ, ഒരു ഭാഗം ചെറിയ ഡോർ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് നേരെ ഇപ്പുറത്ത് വെച്ചൂടെ? ചെറിയ ഡോർ ഇവിടെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതൊരു ലെഫ്റ്റ് ഓപ്പൺ ഡോർ ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് റൈറ്റ് ഓപ്പൺ ഡോർ ആയിട്ട് ചെയ്യാം. അടിഭാഗത്ത് അടിപ്പടി വരുന്നത് ബ്രഷ്ഡ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് ആണ്. എനിക്ക് തോന്നുന്നു ഇതാട്ടോ ബെറ്റർ. നോർമൽ പ്ലെയിൻ ഫിനിഷിനേക്കാളും നമ്മൾ ഈ ഒരു ചെക്ക്ഡ് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രാച്ചസ് ഒന്നും പെട്ടെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ലോങ് ടൈം യൂസ് ചെയ്താലും സ്ക്രാച്ചസ് മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഹാൻഡിൽ ഒരു കിഡിലൻ ഫീച്ചർ ഉണ്ട് കേട്ടോ. ഹാൻഡിൽ ഒന്ന് ഇതേപോലെ നീക്കിയേ. ലോക്ക് വരുന്നത് ഹാൻഡിലിനകത്താണ്.
ഇപ്പോൾ നോർമൽ പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ ഇതിനകത്ത് ലോക്ക് എവിടെയാണെന്ന് മനസ്സിലാവില്ല അല്ലേ? യെസ്, ഇതിങ്ങനെ നീക്കി കഴിഞ്ഞാലാണ് ഇതിനകത്ത് ലോക്ക് വരിക. ഇതിൽ ഫിംഗർ പ്രിന്റാ വരിക. റൈറ്റ്, ഈ രീതിയിലാണ് ഇത് ഓപ്പൺ ആക്കുക. ലോക്കിംഗ് സിസ്റ്റം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അല്ലേ? നോർമൽ സാധാരണ സ്റ്റീൽ ഡോറിൽ വരുന്ന രീതിയിൽ 11 ലോക്കുകൾ തന്നെയല്ലേ ഇതിനകത്ത് വരുന്നത്? ആണ്, മാറ്റമൊന്നുമില്ല. റൈറ്റ്. ശരിക്കും ഇതിന്റെ ഫ്രെയിം അലുമിനിയം ആണോ അല്ലെങ്കിൽ GI ആണോ? GL ആണ് വരുന്നത്. GL ആണ്. ഓക്കെ, ഗാൽവലും ഫ്രെയിം ആണ് വരിക. GLന്റെ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞു. GI-നേക്കാളും കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉള്ള മോഡിഫൈഡ് ആയിട്ടുള്ള വേർഷൻ ആണ് ഗാൽവലും എന്ന് പറയുന്നത്. ഗാൽവനൈസേഷന്റെ കപ്പാസിറ്റിയും അലുമിനിയത്തിന്റെ കപ്പാസിറ്റിയും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആയിരിക്കും നമുക്ക് ഫ്രെയിമിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക അല്ലെ? കസ്റ്റമൈസേഷൻ ഇതിൽ അവൈലബിൾ ആവും. ലൈക്ക് നമ്മൾ വില്ലാഡോസ്, കാസ്റ്റ് അലൂമിനിയം വില്ലാഡോസ് എല്ലാം ചെയ്യുന്നത് ഓൺ റിക്വയർമെന്റ് മാത്രമാണ്. ലൈക്ക് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ കസ്റ്റമൈസേഷൻ കൊടുക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സെയിം അളവിൽ തന്നെ ആയിരിക്കില്ല ഒരു വീട് പണിയുന്നത്. അപ്പൊ അവരുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് ഓൺ ഓർഡർ മാത്രമാണ് നമ്മൾ ഈ ഡോർ കൊണ്ടുവരുന്നത്. എഗെയിൻസ്റ്റ് ഓർഡർ എത്ര സമയം വേണം? 3 months. 3 മാസത്തെ സമയം നിങ്ങൾ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് ഇതിൽ ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ പറയുന്ന പാറ്റേൺ കിട്ടാൻ പാടായിരിക്കും, നിങ്ങൾ പറയുന്ന സൈസിലേക്ക് മാറ്റി കൊടുക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. സോ അലുമിനിയം ഡോറുകളെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. ബട്ട് ഇതിലേക്ക് വരികയാണെങ്കിൽ കോസ്റ്റ് നോർമൽ ഡോറുകളെ കുറിച്ച് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ? ഇത് നമ്മളുടെ കാസ്റ്റ് അലൂമിനിയം ആയതുകൊണ്ട് മെറ്റീരിയലിന്റെ ആ ഒരു ക്വാളിറ്റി കൂടുതൽ ആയതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആയിരിക്കും. നമുക്ക് ഇത് കാസ്റ്റ് അലൂമിനിയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 1 lakh plus ആയിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റീൽ ഡോർ പർച്ചേസ് ചെയ്യുന്ന ഒരാൾ കോസ്റ്റ് കൺസിഡറേഷന്റെ മുന്നിലാണ് നിങ്ങൾ സ്റ്റീൽ ഡോർ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കില്ല. പക്ഷേ ഇന്ന് ലോകത്ത് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും പ്രീമിയം ടൈപ്പ് ഡോർ ആണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻ അലുമിനിയത്തിന്റെ കാസ്റ്റ് അലുമിനിയത്തിൽ ചെയ്തിരിക്കുന്ന ഡോറുകളാണ്. സോ നമുക്ക് ഇതിന്റെ കോസ്റ്റ് വൈസ് കമ്പാരിസൺ നോക്കാം. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡോർ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഈ കാണുന്ന ഡോറ് നമുക്ക് ഫ്രണ്ട് ഡോർ ആയിട്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോറാണ്. ഈ ഡോറിന്റെ ഫ്രെയിമും ഈ ഡോറ് ലോക്സ് ഇതിന്റെ ഹാർഡ്വെയർസ് ഉൾപ്പെടെ നമുക്കിത് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് 21,000 ആണ്. അതായത് ഫുൾ സിസ്റ്റം ഒരു ഡോർ കൊണ്ടുപോയിട്ട് ഒരു വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് 20,000 രൂപ മതി. സ്റ്റീലിൽ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫിനിഷിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ജോലിക്കാരനെ എടുക്കേണ്ട, കാർപ്പൻട്രിയിൽ പോകണ്ട, ലോക്ക് മേടിക്കേണ്ട, പെയിന്റ് മേടിക്കേണ്ട, പോളിഷ് ചെയ്യേണ്ട. 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രണ്ട് ഡോർ ചെയ്യാൻ സാധിക്കും. സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് ഇതിൽ വരുന്ന ഷീറ്റിന്റെ സൈസ് അല്ലെങ്കിൽ ഫ്രെയിമിന്റെ സൈസ് മാറുന്നതിനനുസരിച്ച് പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. ഫ്രെയിമിന്റെ സൈസ് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഈ കാണുന്ന ഫ്രെയിമിന്റെ സൈസ് അല്ല, കുറച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഫ്രെയിമിന്റെ ഡിസൈൻ മാറി, ഇതിന്റെ സൈസും മാറി. എന്നാൽ അത് 9 ഇഞ്ച് വരെ മാക്സിമം പോകും അല്ലെ? മാക്സിമം നമ്മൾ 220 ഫ്രെയിം ആണെന്നാണ് പറയുക. ബിഗ് ഫ്രെയിം എന്നാണ് ഈ കാണുന്നത്. 220 അല്ലേ? ഇത് 220 ഫ്രെയിം ആണ്. 220 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ വാൾ കവർ ചെയ്ത് ഓവർലാപ്പിംഗ് നിൽക്കുന്നതാണ് നമ്മൾ 220 എന്ന് പറയുന്നത്. ശരി. അപ്പൊ അതേ രീതിയിൽ ചെയ്യണമെങ്കിൽ കോസ്റ്റ് കൂടും. കോസ്റ്റ് കൂടും. അതിൽ ഫ്രെയിമിന്റെ തിക്നെസ് കുറയുമ്പോൾ ഒരു 20,000 ആർക്കും അഫോർഡബിൾ ആവുന്ന റേറ്റിൽ ചെയ്തെടുക്കാൻ സാധിക്കും. അത് തന്നെയാണ് സ്റ്റീൽ ഡോറിന്റെ പ്രത്യേകത. നിങ്ങളുടെ ബഡ്ജറ്റിലും സ്റ്റീൽ ഡോർ ചെയ്യാൻ സാധിക്കും, ഒരു മീഡിയം ബഡ്ജറ്റിൽ സ്റ്റീൽ ഡോർ ചെയ്യാൻ സാധിക്കും, ഒരു പ്രീമിയം ലക്ഷറി സെഗ്മെന്റിൽ സ്റ്റീൽ ഡോർ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് സ്റ്റീൽ ഡോറിൽ സാധിക്കും എന്നുള്ളതാണ്. നല്ല കുറെ ഡിസൈനുകൾ ഐലീഫിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ? നമുക്ക് പെട്ടെന്ന് ഓടിച്ച് ഡിസൈനുകളൊക്കെ ഒന്ന് കാണാം. സോ ഷോറൂമിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മളിപ്പോ നിൽക്കുന്ന ഷോറൂമിന്റെ ലൊക്കേഷൻ ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല. നമ്മളിപ്പോ നിൽക്കുന്നത് മാമംഗലത്തുള്ള ഐലീഫിന്റെ ഷോറൂമിലാണ്. മെട്രോ പില്ലർ നമ്പർ 490യുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. യെസ്. ഇവരുടെ കൂടുതൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കാണാം. ഡിസൈനിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മളുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. PADW എന്നാണ് ഈ ഡോറിന്റെ പേര്. ഇത് N നമ്പർ ഓഫ് ഐറ്റംസ് ആണ് നമ്മൾ സെല് ചെയ്തിരിക്കുന്നത്. എത്ര പോലും നമുക്ക് അറിയില്ല. അത്ര ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് ഇപ്പോഴും കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് PADW. ലൈക്ക് ഡോർ വിൻഡോ ആയിട്ടാണ് വരുന്നത്. ഒരു ഗ്ലാസ് ഡീറ്റെയിലിംഗ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 120ലാണ് വരുന്നത്. ഒരു വലിയ ഡോറും ഒരു ചെറിയ ഡോറും ആയിട്ട്. അടുത്തൊരു മോഡലിലേക്ക് വരികയാണെങ്കിൽ ഇത് വരുന്നത് GL ഡോർ ആണ്. ഫ്രണ്ട് ഡോർ ആയിട്ട് ഓപ്റ്റ് ചെയ്യുന്നതാണ് SG121. ഇതിൽ ഇങ്ങനെ ഒരു ഗ്രെയിൻസ് കൊടുത്തിരിക്കുന്ന ഒരു കണ്ടംപററി ഫിനിഷ് ഉള്ള ഒരു വീട്ടിലേക്ക് നമുക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഏത് ഡോറിന്റെ കൂടെ ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യും. ഇത് നമ്മളുടെ സ്മാർട്ട് ലോക്ക് ആണ്. ലൈക്ക് പല രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ട്, ഫിംഗർ പ്രിന്റ് ഉണ്ട്, ഫേസ് ഡിറ്റക്ഷൻ വരുന്നുണ്ട്, RFID കാർഡ് വരുന്നുണ്ട്. ഇതും നമ്മളുടെ ഒരു GLന്റെ ഇതൊരു പുതിയ ഡോറാണ്. 220mm ഫ്രെയിമിൽ ചെയ്തിരിക്കുന്ന ബിഗ് സൈസ് ഉള്ളൊരു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിന്റെ ഫ്രെയിം ഗ്രേ കളർ ആണ്, ഡോർ വുഡൻ കളർ ആണ്, സെന്ററിൽ ഒരു ഗ്രേ സ്ട്രിപ്പും ആണ് വരുന്നത്. ഒരു മോഡേൺ കണ്ടംപററി വീടുകൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ്.
ഇതിലേക്ക് വരുമ്പോൾ ഫുൾ ഒരു പക്ക വുഡൻ അല്ലേ? വുഡന് മാത്രമല്ല, ഇത് നമ്മൾ 110 ചെയ്തിരിക്കുന്ന ഈക്വൽ ഓപ്പണിംഗ് ഡോർ ആണ്. ചിലർക്ക് ചില കസ്റ്റമേഴ്സിന് താല്പര്യം ഉണ്ടാവും, ചെറിയ വീതി ഉണ്ടാവുള്ളൂ പക്ഷെ ഈക്വൽ ഓപ്പണിംഗ് ആയിട്ടുള്ള തന്നെ ഡോർ വേണം എന്നുള്ളത്. അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇതിലേക്ക് വരികയാണെങ്കിൽ ലൈക്ക് ഇതും ഒരു 220mm GL ഡോർ ആണ്. ഇത് നമുക്ക് ഏത് സൈസ് ആണെങ്കിലും അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റാൻഡേർഡ് സൈസസ് ഉണ്ട്, അല്ലാതെ ഇത് നമ്മുടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു GA ഡോർ ആണ്. 1218 എന്നാണ് ഇതിന്റെ പേര്. ഈ രണ്ട് കളർ നോർമൽ വുഡിൽ നിന്നും കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. പ്ലസ് ഈ ഒരു ഗ്രേ കളറും കൂടെ വരുമ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ പുതിയ വീടുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുതിയ വീടുകളുടെ ഒക്കെ ഡോർ ഫ്രെയിംസ് ഇപ്പൊ ഗ്രേയിലാണ് വരുന്നത്. ഇപ്പൊ മാർക്കറ്റിംഗിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന കളറാണ് ഡാർക്ക് ഗ്രേസ്. വുഡൻ കളേഴ്സ് ഒക്കെ ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഗ്രേ പതുക്കെ വരുന്നുണ്ട് അല്ലേ? ഇതിപ്പോ ഒരു ഡാർക്ക് കളർ ഡോർ ആണ്, വുഡൻ ഫിനിഷ് തന്നെ വന്നിരിക്കുന്നത്. ഇതും അത്യാവശ്യം ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്ന, ഇതിന്റെ നമുക്ക് 220 ഫ്രെയിമിൽ വരുന്ന SM ആയിട്ടുള്ള ഡോറുകളുണ്ട്, ഈക്വൽ ഓപ്പൺ ആയിട്ടുള്ള ഡോറുകളുണ്ട്. ഇത് തന്നെ ഡോർ വിൻഡോ വരുന്നുണ്ട്, സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസും ഗ്രില്ലും വരുന്നത്. യെസ്, ഒരു കാര്യം ഇതിനിടയിൽ കയറി പറയട്ടെ. ഞാൻ ഒരുപാട് ഷോറൂമുകൾ വിസിറ്റ് ചെയ്തതിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപർണയെ പോലെ ഒരുപാട് ആളുകൾ വരാറുണ്ട്. പക്ഷെ ഇത്രയും ക്ലിയർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ നിങ്ങൾക്ക് ടാലന്റ് ഉണ്ട് കേട്ടോ. കൺഗ്രാറ്റുലേഷൻ. കണ്ടിന്യൂ ചെയ്യും. ലൈക്ക് ഇത് നമ്മൾ നേരത്തെ കണ്ടൊരു ഡോർ തന്നെയായിരുന്നു. 44 എന്നാണ് മോഡല്. ഇത് നമുക്ക് 50mm ചെയ്യാം, 67mm ചെയ്യാൻ പറ്റും. ലൈക്ക് ഇതിന്റെ തിക്നെസ് കൂട്ടി നമുക്ക് ഡോർ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോറാണ്. 20,000 രൂപയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡോറുകൾ പെട്ടാണ്. ഇതേതാ ഡോർ? പക്ക ഗ്രേയിൽ വരുന്ന ഒരു കിഡിലൻ ഡോർ. ഇത് കാസ്റ്റ് അലൂമിനിയം ഡോർ തന്നെയാണ്. ഇതിന്റെ പക്ഷെ കാസ്റ്റ് അലൂമിനിയമിന്റെ തിക്നെസ് വരുന്നത് 3mm ആണ്. ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വില്ല ഡോർ വേണം അല്ലെങ്കിൽ കാസ്റ്റ് അലൂമിനിയം ഡോർ വേണം എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോറാണ് ഈ ഡോർ. 3mm എന്ന് പറയുന്നത് ഇതിന്റെ ഈ അലൂമിനിയം നമ്മൾ അവിടെ കണ്ടില്ലേ, ഇത് 3mm വരിക. കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അലുമിനിയം ഡോർസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് സജസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. റൈറ്റ്, ഇതിലേക്ക് വരുമ്പോൾ ഇത് നമ്മളുടെ ഒരു പ്രസ് വില്ല ഡോർ എന്നാണ് നമ്മൾ പറയുന്നത്. ലൈക്ക് വില്ല ഡോറിന്റെ കാസ്റ്റ് അലൂമിനിയം ഡോറിന്റെ തന്നെ ഒരു എഫക്റ്റ് ആണ് ഇത് കൊടുക്കുന്നത്. പക്ഷെ ഇത് വരുന്നത് GL മെറ്റീരിയലിനാണ്. GL മെറ്റീരിയൽ പ്രസ്സിംഗ് കൊടുത്ത ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ശരി, ഇതിന്റെ ലോക്കും ഹാൻഡിൽസും ഒക്കെ നോക്കി ഒരു വെറൈറ്റി ഇല്ലേ? സാധാരണ നമ്മൾ കാണാത്തൊരു വെറൈറ്റി ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇതിലേക്കാണ് ഇനി നമുക്ക് വരാനുള്ളത്. ഇത് സംഭവം എന്താണ്? ഇതും നമ്മളുടെ പ്രസ് വില്ലയാണ് വരുന്നത്. ലൈക്ക് GL പ്രസ്സിംഗ് വന്നിട്ടുള്ള ഡിസൈൻസ് ആണ്. ഇതിന്റെ ഹാൻഡിൽ നോക്ക് നിങ്ങൾ, എന്ത് വലുപ്പ ഹാൻഡിലിന്. ഇവിടെയാണ് ഹാൻഡിൽ ഉള്ളത്, ഇവിടെ ഒരു ലോക്കിൽ ഇത് ഇതേപോലെ ഹാൻഡിൽ വരും അല്ലേ? യെസ്, ഇതേപോലെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു ഹാൻഡിൽ. ഇങ്ങനത്തെ ഹാൻഡിൽ ഇഷ്ടമുള്ള ആളുകൾക്ക് ബെറ്റർ ഇതൊന്ന് നോക്കി വെക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എക്സാക്ട് നിങ്ങളുടെ സൈസിലേക്ക് പറ്റുന്ന രീതിയിലുള്ള കൊട്ടേഷൻ നിങ്ങൾക്ക് കൊടുത്തൂടെ? ഇതിന്റെയൊക്കെ ഹൈറ്റ് കുറച്ച് കൂടുതലല്ലേ? നമ്മൾ ചാടി തൊട്ടാൽ പോലും ഇപ്പോ പണിയുന്ന വീടുകൾക്ക് എല്ലാത്തിനും ഹൈറ്റ് കുറച്ച് കൂടുതലാണ് കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ 235 വരുമ്പോ നമ്മൾ ഈ 3 months എന്ന് പറഞ്ഞ ഒരു ടൈം ചിലപ്പോൾ കസ്റ്റമേഴ്സിന് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് സൈസ് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് 235. എപ്പോഴാണ് ആളുകൾ ഡോർ വെക്കുന്ന സമയത്ത് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത്? അതായത് ടൈല് പണി തുടങ്ങിയിട്ടുണ്ടാവരുത്. വാട്ടർ പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. വീടിന്റെ തേപ്പ് കഴിഞ്ഞ് ടൈലിന്റെ പണി തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ഡോർ ആണ് അവർക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ ഒരു 3 months or 4 months പ്രയർ ആയിട്ട് അവർ ബുക്ക് ചെയ്യണം. കാരണം എന്നാലാണ് അവരുടെ ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഡെലിവറി ചെയ്യാം. അതായത് നോർമലി നമ്മുടെ ഷോറൂമിൽ വന്ന് കാണുന്ന ഡോറുകൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്നാൽ കുറച്ച് സൈസ് ഇവിടെ ഇല്ലാത്ത സൈസ് നിങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിക്കുകയാണെങ്കിൽ 3 മാസം സമയം. അല്ലാത്ത നോർമൽ കേസിൽ നിങ്ങൾക്ക് എത്ര ദിവസം? നമുക്ക് ഒരു 1 weekനുള്ളിൽ ഡെലിവറി അറേഞ്ച് ചെയ്ത് ഇൻസ്റ്റലേഷനും ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ ഇൻസ്റ്റലേഷൻ ആവശ്യമായിട്ടേ ഒരു കറക്റ്റ് ഇത്ര സൈസ് വിടണം എന്നൊക്കെ ഉണ്ട്. അത് ഇവരുടെ കൃത്യം സൂപ്പർവിഷനിൽ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ തേപ്പ് കഴിഞ്ഞാൽ ഇവരുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ഹാൻഡിൽസിലേക്ക് വരുന്ന സമയത്തെ നമുക്ക് ഈ ഹാൻഡിൽസ് ഒക്കെ മാറ്റാൻ പറ്റും. യെസ്, ഇപ്പൊ കസ്റ്റമറിന് ഇത് വേണ്ട, നോർമലി നോ ഹാൻഡിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. യെസ്, ഇപ്പൊ കസ്റ്റമർ പ്രിഫറൻസ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ ലോങ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് ബ്ലാക്ക് കളറിൽ അവൈലബിൾ ആണ്, SS അവൈലബിൾ ആണ്, വുഡൻ ഫിനിഷിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ആ ഡോർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രേ ഫിനിഷിലുള്ള ലോങ് ഹാൻഡിൽ കാണാൻ പറ്റും. യെസ്, ഇത് നമുക്ക് ഇങ്ങനെ ഈ സ്ക്വയർ പാറ്റേണിലും കിട്ടും, റൗണ്ട് റോഡായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെയും കിട്ടും. ഗ്രേ വരുമ്പോൾ, ഗ്രേ വുഡ് വരുമ്പോൾ ശരിക്കും നല്ലൊരു ടച്ച് ഉണ്ട് അല്ലേ? നല്ല രസമുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള, നമ്മൾ കണ്ടത്ര പരിചയമില്ലാത്തൊരു കോമ്പിനേഷൻ വരുന്നു. മാത്രമല്ല ഒരു മാറ്റ് ഫിനിഷ് ആണ് ഗ്രേ വരുന്നത്. വുഡൻ ആണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് വരുന്നു. നല്ലൊരു ഫീല് കിട്ടുന്ന ഡോറാണെങ്കിൽ ഐലീഫിന്റെ ഡോറുകൾ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ശരിക്കും നിങ്ങൾ എത്ര വർഷമായിട്ട് ഡോറിന്റെ? നമ്മൾ 2005 സ്റ്റാർട്ട് ചെയ്തതാണ്. ലൈക്ക് 20 years ആയിട്ട് നമ്മൾ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സ്റ്റീൽ ഡോർ കൊണ്ടുവന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ഐലീഫ് ആണ്. നമുക്ക് പിന്നെ നമ്മളുടെ
ലൈക്ക് സ്ട്രെങ്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്ന നമ്മളുടെ ഈ 20 years ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, ഈ ടെസ്റ്റിമോണിയൽസ് തന്നെയാണ് നമ്മളെ ഇൻഡസ്ട്രിയിൽ നിർത്തിയിരിക്കുന്നത്. കുറെ ആളുകൾ ചോദിക്കലുണ്ട് ഈ സ്റ്റീൽ ഡോർ വന്നിട്ട് എത്ര കാലമായി, കഴിഞ്ഞ വർഷം വന്നല്ലേ, കഴിഞ്ഞ 2 വർഷം മുന്നേ വന്നല്ലേ എന്നുള്ളത്. ഒരിക്കലും അല്ല. 2005 മുതൽ ഇവിടെ ഐലീഫിൽ ഇവർ സ്റ്റീൽ ഡോറുകൾ മാനുഫാക്ചർ ചെയ്ത ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ. സോ ഇത്രയും കാലത്തൊരു സർവീസ് എക്സ്പീരിയൻസ് അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഐലീഫിനെ കോൺടാക്ട് ചെയ്യാം. എറണാകുളത്ത് തന്നെ വേണമെന്നില്ല, കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾക്ക് ഐലീഫിന്റെ ഡോറുകൾ അവൈലബിൾ ആണ്. കേരളം മാത്രമല്ല, സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ്ലി നമുക്കുണ്ട്. സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ്ലി ഉണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നതിൽ ഒരുപാട് മലയാളീസ് അല്ലാത്ത ഓഡിയൻസ്, കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന. ഓക്കെ, അവർക്കൊക്കെ സെൻട്രലൈസ്ഡ് ആയിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നിങ്ങൾ തരുമോ? യെസ്, ഇപ്പൊ നമ്മളുടെ വീഡിയോയിൽ തന്നെ നമുക്ക് കൊടുക്കാം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നമ്പർ. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ എവിടെയാണ് നിങ്ങളുടെ വീടെങ്കിലും ഇവർക്ക് അത് ഡെലിവർ ചെയ്ത് തരാൻ സാധിക്കും. അപ്ഡേഷൻസിലേക്ക് നമുക്കൊന്ന് വരാം. എന്ന് വെച്ചാൽ ഈ ഒരു ടെക്നോളജി ഡേ ബൈ ഡേ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോക്കിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്താണ് ആ ഒരു? ഇതിപ്പോ നമ്മളൊരു മോഡൽ കാണിക്കാൻ വേണ്ടി ഈ ഡോറിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ആന്റി പ്രൈ ലോക്കിംഗ് സിസ്റ്റം എന്നാണ് ഇതിന്റെ പേര്. ഡോറിന്റെ ലീഫിൽ വരുന്ന ഒരു ഫ്രെയിമിന്റെ പീസും ഫ്രെയിമിൽ വരുന്ന ഒരു പീസും കൂടെ ഇന്റർലോക്ക് ആവുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ 2 സംഭവം ഓവർലാപ്പ് ചെയ്ത് നിൽക്കും. അതോടൊപ്പം തന്നെ ആ ഒരു ബുള്ളറ്റ് ലോക്കുകൾ വന്ന് അതിനകത്തേക്ക് ലോക്ക് ആവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം. ഇത് നമുക്ക് ഈ ഡോറിൽ മാത്രമല്ല, കസ്റ്റമർ പറയുന്ന വേറെ ഏതെങ്കിലും ഒരു ഡോറിൽ ഇതിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്ന ഡോർ ആണെങ്കിൽ നമുക്ക് ആ ലോക്ക് ആന്റി പ്രൈ ലോക്കിംഗ് സിസ്റ്റം ചെയ്തു കൊടുക്കാം. കസ്റ്റമൈസ്ഡ് ആണ്, ഓപ്ഷണൽ ആണ്. ആളുകൾക്ക് വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം അല്ലെ. പക്ഷെ എല്ലാ ഡോറിലും പറ്റില്ല. GL-ന്റെ പറ്റുന്ന ഡോറുകളിൽ മാത്രമാണ് ഇത് ചെയ്യാൻ സാധിക്കുക. പണ്ട് നമ്മൾ പട്ടയൊക്കെ വെക്കൂലേ ഡോറിന്റെ പുറകില്, അതിന് പകരം വേർട്ടിക്കൽ ആയിട്ടൊരു പട്ട സിസ്റ്റം വന്നിരിക്കുകയാണ്. കുറച്ചുകൂടെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അവരിത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് സ്ക്രീനിൽ നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവും. ആ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അപ്ഡേഷൻ ലോക്കിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഹാൻഡിൽസും കാര്യങ്ങളിലൊക്കെ വേറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഹാൻഡിൽസിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ലോക്കിലേക്ക് വരികയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹാൻഡിൽസ് ആണ്. ഇതിൽ ഏത് ഹാൻഡിൽ ആണെങ്കിലും ചിലതിന് ഒരു എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ട്, നോർമൽ ഹാൻഡിലിനല്ലാതെ. ഇങ്ങനത്തെ ഹാൻഡിൽസിനൊക്കെ എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ട്. ആ കോസ്റ്റ് പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഇതിലേത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹാൻഡിൽസ് ചൂസ് ചെയ്യാനുള്ള ഒരു കസ്റ്റമൈസേഷൻ ഫെസിലിറ്റി കൂടെ ഇവിടെ അവൈലബിൾ ആണ്. അലീഫിന്റെ കയ്യിൽ ഡോറ് മാത്രമല്ല വിൻഡോസും അവൈലബിൾ ആണ്. വിൻഡോസ് ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്തു, ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സൈസ് മാത്രമല്ല, നമുക്ക് 2 മോഡൽസ് ആണ് വരുന്നത്, CPE ആൻഡ് EPE. അതായത് ഓവർലാപ്പ് ഉള്ള, ഇതിപ്പോ ഓവർലാപ്പ് ഇല്ലാത്ത മോഡലാണ്. ഇത് വരുന്നത് ഓവർലാപ്പ്, വോളിന് മുകളിലേക്ക് ഓവർലാപ്പിംഗ് ഉള്ള മോഡലാണ് ഇത് വരുന്നത്. അതായത് ഈ ഒരു ഫ്രെയിം വാളിന്റെ മുകളിലേക്ക് ഓവർലാപ്പ്, ഇത് ഓവർലാപ്പ് ഉണ്ടാവില്ല. നോർമൽ ഒരു ചെറിയ ഇത്രയും ഭാഗം മാത്രമാണ് വാളിന്റെ ആ ഭാഗത്ത് ഫ്രെയിം ആയിട്ട് കാണുക അല്ലെ. ശരിക്കും നമുക്ക് കസ്റ്റമൈസേഷൻ വരുന്നത് ഇതിന്റെ ഗ്രില്ല് നോർമൽ പട്ട കമ്പിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇങ്ങനത്തെ സ്ക്വയർ റോഡ്സ് ആവാം, റൗണ്ട് റോഡ്സ് ആവാം, SS-ന്റെ ലൂവേഴ്സ് ചെയ്യാം, ചെക്ക് ഡിസൈൻ ചെയ്യാം. അതെന്താണോ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ച് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് ഡോർ ടൈപ്പ് വിൻഡോ വേണമെങ്കിൽ ചെയ്യാം. ചിലർക്ക് ഒരു പാഷ്യോ പോലെയുള്ള സ്പേസ് ഉണ്ടാകും, അവിടെ ഇങ്ങനെ ഫോൾഡിംഗ് വിൻഡോസ് ആയിട്ട് ചെയ്യണം എന്നുണ്ടാകും. അല്ലാതെ ഈക്വൽ ഓപ്പണിംഗ് ആയിട്ട് വിൻഡോസ് ചെയ്യണം, ഡോർസ് ചെയ്യണം എന്ന് പറയും. ലോക്ക് നമ്മൾ നോർമലി ഗോദ്രേജിന്റെ ലോക്കുകളാണ് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഈ ഓപ്പൺ ഏരിയ വരുന്നതിലേക്ക് ഇതേപോലുള്ള ബുള്ളറ്റ് ലോക്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടെ ഇവരുടെ വിൻഡോസിന് ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, അതിന്റെ ഒരു മോൾഡിങ്ങിനും കാര്യത്തിനൊക്കെ. നമ്മളുടെ ഇതിൽ വരുന്നത് നോർമലി പ്രൈമർ ഫിനിഷിലാണ് നമ്മൾ വിൻഡോസ് കൊടുക്കുന്നത്. കാരണം ഓരോ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്, പെയിന്റിംഗ് റിക്വയർമെന്റ്സ് വേറെ ആയിരിക്കാം. ലൈക്ക് അപ്പൊ കസ്റ്റമറിന് വേണ്ട പെയിന്റിൽ അവർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വൈറ്റ് കളറിൽ വിൻഡോ വേണമെങ്കിൽ ഈ പ്രൈമറിന്റെ മുകളിൽ നിങ്ങൾക്ക് വൈറ്റ് ഫിനിഷ് അടിക്കാൻ പറ്റും. ബ്ലാക്കിലാണെങ്കിൽ ബ്ലാക്ക് അടിക്കാം, വുഡനിലാണെങ്കിൽ ഇതിനകത്ത് വുഡൻ ഗ്രെയിൻസ് വരയ്ക്കാം. ഇവർ പ്രൈമർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. സോ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് പെയിന്റിംഗുകാരെ കൊണ്ട് അത് ചേഞ്ച് ചെയ്യിപ്പിക്കാൻ സാധിക്കും. സോ വീട്ടിലേക്ക് വിൻഡോ വേണമെങ്കിലും ഡോറിന്റെ കൂടെ തന്നെ ഇവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആഭരണം നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ബാത്റൂമിലേക്കും ബെഡ്റൂമിലേക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന FRP ഡോറുകളാണ് അല്ലെ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് ഫ്രണ്ട് ഡോർ സ്റ്റീൽ എടുത്തിട്ട് റൂം ഡോർ FRP മതിയെങ്കിൽ അതേ ഡിസൈനിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ? ലൈക്ക് ഇത് ബാത്റൂം ഡോർസ് ആണ് വരുന്നത്. ബെഡ്റൂം ഡോർസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തിക്നെസ്സിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഈ സൈഡിൽ നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് ബെഡ്റൂം ഡോർ ആയിട്ട് അധികം തിക്നെസ്സിലാണ് ചെയ്തിരിക്കുന്നത്. അത് അതേ സ്റ്റീൽ ഡോറിന് അതേ ഫിനിഷിലേക്ക് നിങ്ങൾ സെയിം ഫിനിഷിലേക്കോ അല്ലെങ്കിൽ ഇപ്പൊ അവര് പറയുന്ന നമ്മളുടെ കയ്യിൽ കുറച്ച് മോഡൽസ് ആസ് സ്റ്റീൽ ഡോസ് പോലെ തന്നെ ഉണ്ട്. ആ സെയിം മോഡൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ അതുപോലെ എടുക്കാൻ സാധിക്കും. ഇതിനൊക്കെ എത്ര സ്റ്റാർട്ടിംഗ് പ്രൈസ്? നമുക്ക് ഇതിനൊക്കെ ഒരു 8,000 താഴെ, 8,000 രൂപയ്ക്ക് താഴെ FRP ഡോറുകൾ ഫിനിഷിൽ വരുന്നത്, മാറ്റ് ഫിനിഷിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കമ്പനിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിന്റെയോ ഈവൻ വീടിന്റെയോ പേര് ഇതേപോലെ ഇതിനകത്ത് കാർവിംഗ് അല്ലെങ്കിൽ എന്താ പറയുക അതിനകത്ത് ഇങ്ങനെ കൊത്തി വെക്കാൻ പറ്റും അല്ലേ. വിത്ത് ലൈറ്റ് അതിനകത്ത് വരുന്ന രീതിയിൽ നെയിം എംബഡ് ചെയ്തിരിക്കുന്ന ഡോറാണിത്.
അലുമിനിയം ആണോ സാധനം? ഇത് കാസ്റ്റ് അലൂമിനിയം ആണ്. 3mm ഷീറ്റ് യൂസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കാസ്റ്റ് അലൂമിനിയം ഡോർ തന്നെയാണ്. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ലോങ് ഹാൻഡിലിൽ തന്നെയാണ് ഇതിന്റെ സ്മാർട്ട് ലോക്ക് വന്നിരിക്കുന്നത്. ഹാൻഡിലിനകത്ത് നിങ്ങൾക്ക് സ്മാർട്ട് ലോക്ക്, അതിനകത്ത് ഫിംഗർ പ്രിന്റ് ചെയ്യാം, നമ്പർ ലോക്ക് കൊടുക്കാൻ സാധിക്കും, ഫേസ് ഡിറ്റക്ഷൻ ഉണ്ട്, ക്യാമറയുണ്ട് അതിനകത്ത്. റൈറ്റ്. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഐലീഫ് ഡോർസ് ആൻഡ് വിൻഡോസിലാണ്. ഇവരിവിടെ ചെയ്യുന്നത് സ്റ്റീലിൻ്റെ GI/GL ഡോറുകൾ, കാസ്റ്റ് അലുമിനിയം ഡോറുകൾ, FRP ഡോറുകൾ, സ്റ്റീൽ വിൻഡോസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ സ്റ്റീൽ ഡോറുകളും വിൻഡോസും ഒക്കെ നമ്മുടെ വീടിന് ബെസ്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുഡും ബാഡും പറഞ്ഞിട്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. സ്റ്റീൽ ഡോറിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ്, കാർഡ്, അത് ഇത് അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളെല്ലാം നമുക്ക് ഈ ഡോറിൽ കൊണ്ടുവരാൻ സാധിക്കും. നമ്പർ 2 എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ടെക്നോളജി ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ചെയ്യാൻ സാധിക്കുക അത് സ്റ്റീൽ ഡോറിൽ മാത്രമായിരിക്കും. നമ്പർ 3 ഇതിൻ്റെ ഫിനിഷാണ്. നല്ല രസത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ മേടിക്കുന്ന മരം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള മരമാണെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വുഡൻ ഗ്രെയിൻസ് കിട്ടുള്ളൂ. എന്നാൽ സ്റ്റീൽ ഡോറിലേക്ക് വരുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള പൗഡർ കോട്ടഡ് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് ലഭിക്കുന്നു. സോ കോസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും സ്റ്റീൽ ഡോർസ് അടിപൊളിയാണ്. എന്നാൽ സ്റ്റീൽ ഡോറിൻ്റെ ലിമിറ്റേഷനിലേക്ക് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സൈസിൽ സ്റ്റീൽ ഡോർ പെട്ടെന്ന് കാണുന്ന വെച്ചാൽ അത് പെട്ടെന്ന് കിട്ടിക്കൊള്ളുന്നില്ല. നോർമൽ സ്റ്റാൻഡേർഡ് സൈസിലാണെങ്കിൽ നിങ്ങൾക്ക് റെഡി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റീൽ ഡോറുകൾ അവൈലബിൾ ആവും. കസ്റ്റം സൈസിൽ വരുന്ന സമയത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, നിങ്ങൾ വീട് വെക്കുന്ന സമയത്ത് തന്നെ ഫ്രെയിം വെച്ച് പോയിട്ടുണ്ടെങ്കിൽ യു ആർ ഡൺ, പണി പാളിയിട്ടുണ്ട്. കാരണം ഫ്രെയിം നേരത്തെ വെച്ചാൽ പിന്നെ സ്റ്റീൽ ഡോർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. കട്ടിലയും ഡോറും ഒരുമിച്ച് പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ വീട് വെക്കുന്ന സമയത്ത് നമ്മൾ ഡോർ ഇല്ലാതെ അവിടെ ഒരു ഹോള് മാത്രമാണ് സ്റ്റീൽ ഡോർ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത്. സോ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ മരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന തരത്തിലുള്ള ചെതലിന്റെ പ്രശ്നങ്ങളൊന്നും സ്റ്റീൽ ഡോറിനെ നിങ്ങൾ ബാധിക്കുന്നില്ല. ഡെഫിനറ്റ്ലി സ്റ്റീൽ ഡോറിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് കൊറോഷൻ വരൂല എന്നുള്ളത്. പെർഫെക്റ്റ് ആയിട്ട് പ്രൈമർ കോട്ടിങ് വന്ന് അതിന്റെ മുകളിൽ പെയിന്റിങ് വന്നിട്ടാണ് ഈ ഒരു സ്റ്റീൽ ഡോർ വരുന്നത്. നിങ്ങളൊരു കടൽ തീരത്തുള്ള ആ ഒരു പ്രദേശത്തല്ല താമസിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് സ്റ്റീൽ ഡോർ എന്നുള്ളത്. ഈ ഒരു ഡോറ് വാങ്ങാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഡിസ്പ്ലേയിൽ ഞാൻ നൽകിയിട്ടുണ്ട്. ഇവരുടെ ലൊക്കേഷനും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷോറൂം വരുന്ന ലൊക്കേഷൻ പാലാരി വട്ടത്തിനടുത്താണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ എൻക്വയറീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിസൈനിൻ്റെ റേറ്റ് അറിയണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ആ ഡോറിൻ്റെ ഡിസൈനും അതിൻ്റെ സൈസും നമ്പറിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കോട്ട് നിങ്ങളുടെ വാട്സപ്പിൽ അവൈലബിൾ ആകുന്നതായിരിക്കും. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ